എല്ലാവർക്കും നമസ്കാരം. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. വർഷത്തിൽ 12 ദിവസം മാത്രം തുറക്കുന്ന ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിനായിട്ടുള്ള വെർച്വൽ ക്യൂ ഇപ്പോൾ ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ച ശേഷം ഇവിടെ ഇടത് സൈഡിലായി നമുക്ക് വെർച്വൽ ക്യൂ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ലോഗിൻ ഉപയോഗിച്ച് പരമാവധി 6 ഭക്തർക്കാണ് ബുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. വെരിഫിക്കേഷൻ കൗണ്ടറിൽ പാസ് നൽകുന്നിടത്ത് ലോഗിൻ ചെയ്യുന്ന വ്യക്തിയുടെയോ കൂടെ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെയോ ബുക്ക് ചെയ്ത സമയത്ത് കൊടുത്ത തിരിച്ചറിയൽ രേഖ കാണിക്കേണ്ടി വരും. വെർച്വൽ ക്യൂ വെരിഫിക്കേഷൻ നടത്തി പാസ് ലഭിക്കുന്നത് ദർശനത്തിന് തിരഞ്ഞെടുത്ത സമയത്തിന് അരമണിക്കൂർ മുൻപായിരിക്കും. തുടങ്ങിയവയൊക്കെയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. തുടർന്ന് താഴെയുള്ള ഈ അക്സെപ്റ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് മുകളിൽ വലത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിലവിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അതുവഴി ലോഗിൻ ചെയ്യാം. അല്ലാത്തവർക്ക് അവിടെ ഫുൾ നെയിം, ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ പൂർണ്ണമായ പേര്, ആധാർ തിരിച്ചറിയൽ രേഖയിലുള്ള പേര് അതുപോലെ കൊടുക്കുക. താഴെ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം. ഒരു മൊബൈൽ നമ്പർ ഒറ്റ പ്രാവശ്യമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ മെയിൽ ഐ ഡിയും കമ്പൽസറി ആയിട്ട് കൊടുക്കണം. രണ്ടും ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. തൊട്ട് താഴെ പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഐ ഡി ഏതാണെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കണം. ഐ ഡിയുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, ബാങ്ക് പാസ്ബുക്ക്. ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് അവിടെ വെരിഫിക്കേഷൻ സമയത്ത് കാണിക്കേണ്ടി വരും. ഞാനിവിടെ ആധാർ തിരഞ്ഞെടുത്ത് ആധാർ നമ്പരും കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന ആളിൻ്റെ വയസ്സ് തൊട്ട് വലത് സൈഡിൽ രേഖപ്പെടുത്തി കൊടുക്കണം. ശേഷം സബ്മിറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ കൊടുത്ത മൊബൈലിലേക്ക് OTP വരുന്നതാണ്. ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ ഇപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 6 പേരുടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രമേ ഈ ഒരു ലോഗിനിലൂടെ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ വ്യത്യസ്തമായ മൊബൈൽ നമ്പരും മെയിൽ ഐ ഡിയും ഉപയോഗിച്ച് ബുക്ക് ചെയ്യേണ്ടി വരും. 6ൽ കൂടുതൽ വെർച്വൽ ക്യൂ ആവശ്യമുള്ളവർ ഇടത് സൈഡിൽ കാണുന്ന ലോഗൗട്ടിൽ പ്രസ് ചെയ്ത് ലോഗൗട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ 2-ാം തീയതി ജനുവരി 2 മുതൽ 13-ാം തീയതി വരെയുള്ള ടൈം സ്ലോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ആവശ്യമുള്ളത് സൗകര്യാർത്ഥം തിരഞ്ഞെടുക്കാവുന്നതാണ്. വാഹന പാർക്കിങ്ങിനുള്ള വെർച്വൽ ക്യൂവും ബുക്ക് ചെയ്യാവുന്നതാണ്. അതിന് താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ആദ്യത്തെ സ്ലോട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകളുടെ എണ്ണം അവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ 8:30-നും 9:30-നും ഇടയിലുള്ള ടൈമിനെ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ തീർന്നതായിരിക്കണം. അപ്പോൾ ഞാനത് ബുക്ക് ചെയ്യുകയാണ്. അവിടെ ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ടൈമും മറ്റ് ഡീറ്റെയിൽസും ഒന്നുകൂടി കാണിക്കുന്നതും ഇവിടെ നമ്മൾ എത്ര ഭക്തർ ഉണ്ട്, എത്ര പേർക്ക് സ്ലോട്ട് ആവശ്യമുണ്ടെന്ന് ഇവിടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം. പരമാവധി 6 പേരെയാണ് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അതിലൊരാൾ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു, രജിസ്റ്റർ ചെയ്ത ആളാണ് ഒന്ന്. ബാക്കിയുള്ള 5 പേരുടെയാണ് പിന്നീട് നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്. ഞാനിവിടെ കൺഫേം കൊടുത്ത് 6 പേര് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് ആദ്യം രജിസ്റ്റർ ചെയ്ത ആളിൻ്റെ പേര് അവിടെ കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലത് സൈഡിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത ആളിൻ്റെ വയസ്സ് എത്രയാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. അങ്ങനെ മുഴുവൻ അംഗങ്ങളുടെയും പേരും വയസ്സും സെലക്ട് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. ഞാനിവിടെ ബാക്കി 5 പേരുടെയും പേര് ടൈപ്പ് ചെയ്ത് കൊടുത്ത് വയസ്സും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൺഫേം ആൻഡ് ബുക്ക് വെർച്വൽ ക്യൂ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതോടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പ്രോസസ്സ് അവസാനിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അല്ലെങ്കിൽ ഇടത് സൈഡിൽ വെർച്വൽ ക്യൂ ബുക്കിങ്സ് എന്നുണ്ട്. അവിടെ ആ ബുക്കിംഗ് വന്ന് കിടപ്പുണ്ടാകും. അവിടെ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാം. അതേപോലെ തന്നെ മൊബൈലിൽ കാണിക്കുകയും ചെയ്യാം. മൊബൈൽ ഉപയോഗിച്ചും ഒക്കെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. തിരഞ്ഞെടുത്ത ടൈം ഷെഡ്യൂളിന് അരമണിക്കൂർ മുന്നെയാണ് വെരിഫൈ ചെയ്ത് പാസ് തരുന്നത്. പാസ് തരുന്ന സമയത്ത് ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ചതോ കൂടെ വരുന്നതോ ആളിൻ്റെയോ ഏത് ഐ ഡി ആണോ കൊടുത്തത് അത് കാണിക്കേണ്ടി വരും. മൊബൈലിൽ കാണിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ബുക്കിംഗ് എടുക്കേണ്ടുന്നവർക്ക് ഇടത് സൈഡിൽ നിന്നും ബുക്ക് യുവർ പാർക്കിംഗ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത്
വാഹനത്തിൻ്റെ ഡീറ്റെയിൽസുമൊക്കെ കൊടുത്ത് പേയ്മെൻ്റ് ഉണ്ട്, അതിന് പേയ്മെൻ്റ് അടച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ 2 വീലർ, 3 വീലർ, ബസ്, 4 വീലർ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചാണ് ബുക്കിംഗ് ഫീസ് വന്നിരിക്കുന്നത്. ബസ്സിന് 8 മണിക്കൂർ വരെയാണെങ്കിൽ 150 രൂപ, 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ 200 രൂപ, 12 മണിക്കൂർ മുതൽ 24 മണിക്കൂർ വരെയാണെങ്കിൽ 300, അങ്ങനെയുള്ള വിവിധ റേറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിലൊന്ന് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് നടത്തി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.